ഇത് കുറേ ദിവസമായിട്ട് ഇപ്പം ഈ BS6 എല്ലാം ഓടിക്കുന്നത്. BS3 ഓടിച്ചാൽ നമ്മൾ ആദ്യ കാലങ്ങളിലുള്ള വണ്ടികളൊക്കെ BS3 തന്നെയാണ് ചെയ്തായിരുന്നത്. ഇത് വേറൊരു ഫീലാണ് ഈ വണ്ടി ഓടിക്കുമ്പോൾ കിട്ടുന്നത് കേട്ടോ. ബ്രേക്ക് ചെയ്യണതും ക്ലച്ച് ചവിടുന്നതും കുറച്ച് ഡിസ്റ്റൻസ് ഒക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതനുസരിച്ചിട്ട് വേണം ഇതൊക്കെ ചെയ്യാനൊക്കെ ആയിട്ട്. പക്ഷെ നല്ല പവറാണ് വണ്ടി, ഇങ്ങനെ കാല് കൊടുത്ത് ഇങ്ങനെ. ഇതിന്റെ പെയിന്റിംഗ് ഒക്കെ ചെയ്തത് ശ്രീജിത്ത് ആർട്ടിസ്റ്റ്. ശ്രീജിത്താണ്. ഈ കിടക്കുന്നതാണ് നമ്മുടെ പറഞ്ഞ ആ വണ്ടി കേട്ടോ, മാനോ ട്രാവൽസ്. അപ്പോൾ ഇവരുടെ തന്നെ തൊട്ടപ്പുറത്ത് വേറൊരു വണ്ടി കിടക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വണ്ടിയും ഇവർ പണിയാൻ കയറ്റുകയാണ് പാലക്കാട് എന്നാണ് കേട്ടോ. അപ്പോൾ ഇത് ഫുൾ പൊളിച്ച് ഇനി പണിയാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ വന്നിട്ടുള്ളത് ഇവൻ്റെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഈ ഒരു വണ്ടി എന്ന് പറഞ്ഞാൽ BS3 വന്നേക്കുന്നത്. ഈ വണ്ടി മൊത്തം പുതിയ സെഡസ്ട്ര കവിളിൽ പണിതേക്കണ ഒരു വണ്ടിയാണ്. മാത്രമല്ല ഈ ഒരു വണ്ടി 16 ലക്ഷത്തോളം രൂപ സെറ്റ് വർക്ക് ചെയ്തിട്ടുള്ള ഒരു വണ്ടിയാണ്. BRS ഇതിൻ്റെ സെറ്റ് വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്തേക്കണേ. 6 മാസത്തോളം ഈ വണ്ടി BRS കിടന്നു എന്നാണ് പറഞ്ഞത്. കാരണം ശരിയായിരിക്കും, ഞാൻ ഇതിൻ്റെ ഡ്രൈവർ ചേട്ടൻ്റെ അടുത്തൊക്കെ എപ്പോഴും ഇങ്ങനെ മെസ്സേജ് ഇങ്ങനെ ചോദിക്കാറുണ്ട് എന്തായിന്ന്. അപ്പോൾ ആൾ പറയാറുണ്ട്, എന്നാൽ വണ്ടി ഇങ്ങനെ പണി നടന്നുകൊണ്ടിരിക്കുക എന്ന് പറയും. അപ്പോൾ എന്താ വിശേഷങ്ങളെന്നൊക്കെ അതിൻ്റെ ഉള്ളിൽ കയറിയാലേ അറിയുള്ളൂ. ഞാനും കയറി നോക്കിയിട്ടില്ല. അപ്പോൾ നമുക്ക് ആദ്യം എക്സ്റ്റീരിയർ കാഴ്ചകൾ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം. അപ്പോൾ ഇത് റെഡ് തീമിലാണ് ഈ വണ്ടി വന്നിട്ടുള്ളത്. മൊത്തത്തിൽ ഫ്രണ്ടിൽ നിന്ന് നോക്കുകയാണെങ്കിൽ വ്യത്യാസമൊന്നുമില്ല. ഫ്രണ്ടൊക്കെ നമ്മുടെ സെഡസ്ട്ര ഇപ്പോൾ റീസെൻറ്റ് സമയത്ത് ഇറങ്ങുന്ന മോഡൽ തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. മാനോ എന്ന് കൊണ്ട് കൊടുത്തിട്ടുണ്ട്, മാനോ ഹോളിഡേയ്സ് എന്ന് കൊണ്ട് കൊടുക്കുന്നുണ്ട്. മാനോ ഇത് ശരിക്കും പ്രൊണൗൺസ് ചെയ്യുക മാനോ തന്നെയാണോ? എന്താണ് മാനോ അല്ലേ? അപ്പോൾ ഇദ്ദേഹം ഇതിൻ്റെ ഓണർ. ഞാൻ ആളെ കൂടെ കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ എന്തൊക്കെ വർക്ക് ചെയ്തേക്കണെന്നൊക്കെ, എക്സ്റ്റീരിയറിൽ ഇതിൽ എന്തൊക്കെയാണ് വർക്ക് ചെയ്തേക്കണം? എക്സ്റ്റീരിയർ വ്യത്യാസമൊന്നുമില്ലല്ലോ, എല്ലാം സെയിമാണ്. സെഡസ്ട്ര കവിളിൽ അല്ലേ? എന്താ നെയിം എന്നാ? മനോ. ഉങ്ക നെയിം മനോജ്. ഉങ്ക നെയിമിൻ്റെ 4 അക്ഷരം അല്ലേ? മനോജ് അല്ലേ? അതാണ് ഇട്ടേക്കണ കേട്ടോ. അതാണ് അപ്പോൾ ഓണർ മനോജ്. അപ്പോൾ ഇത് നമ്മുടെ ഊരെങ്ക ശരിക്കും അണ്ണൂർ പ്രോപ്പർ അണ്ണൂർ അല്ലേ? ഓക്കെ. അപ്പോൾ നമ്മുടെ മലയാളികൾക്കും വിളിച്ച് പോവാട്ടോ വണ്ടികളൊക്കെ. അടിപൊളി സെറ്റ് വർക്ക് ചെയ്ത വണ്ടി വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്പറും കാര്യങ്ങളൊക്കെ കൊടുക്കാം. അപ്പോൾ ആളിതിൻ്റെ ഉള്ളിലത്തെ കാര്യങ്ങളൊക്കെ നമ്മളൊപ്പം പറഞ്ഞുതരും. പുറത്ത് തന്നെ അത് എല്ലാം സെയിം ആണ് അല്ലേ? ഒന്നുമില്ല അല്ലേ? അപ്പോൾ ഞാൻ പുറത്ത് പറഞ്ഞിട്ട് നമുക്ക് ഉള്ളിൽ കയറാം. അപ്പോൾ നമ്മൾ ഉള്ളിൽ കയറുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഇത് വേണ്ടത് നമുക്ക് പുറത്ത് നമുക്ക് തന്നെ പറയാം. അപ്പോൾ മനോജിൻ്റെ എന്നുകൊണ്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ വരുമ്പോൾ ശ്രീ പെരിയ എങ്കിയമ്മൻ തുണ എന്നുകൊണ്ട് കൊടുത്തിട്ടുണ്ട്. ഫൈറ്റർ എന്നുകൊണ്ട് കാണാൻ സാധിക്കും. വൈപ്പർ, പിന്നെ നമ്മൾ സ്ഥിരം കാണുന്ന പോലത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് സെഡസ്ട്രയിൽ കാണുന്ന കാര്യങ്ങളൊക്കെ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ ലിപ്പ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും കാണാനില്ല. അതൊക്കെ കുറേ പണികൾ ഇനി ബാക്കിയുണ്ടെന്നൊക്കെ പറഞ്ഞു അദ്ദേഹം. ഞാൻ വണ്ടി കണ്ടത് ഇപ്പോൾ രജിസ്ട്രേഷൻ ആയിട്ടില്ല. അപ്പോൾ അവനേക്കാട് മുന്നേ വന്നിട്ട് വീഡിയോ എടുക്കുക ചെയ്തത്. അപ്പോൾ ഫ്രണ്ട് ഓവറോൾ ലുക്ക് കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ്. മറ്റേതൊരു VMR വണ്ടിയാണ്. അതും ഇപ്പോൾ പൊളിച്ച് പണിയും കയറ്റുമെന്നാണ് പറഞ്ഞത് കേട്ടോ. ഞാൻ ജസ്റ്റ് അതുകൂടിയും കാട്ടിത്തരാം. വണ്ടി നല്ല രസമുണ്ട് കേട്ടോ. റെഡ് തീമിലാണ് ഈ വണ്ടി വന്നേക്കുന്നത്. ഇനി ഒരു സൈഡ് കാഴ്ചകളിലേക്ക് കിടക്കാം. സൈഡിൽ വരികയാണെങ്കിൽ ഡോർ ജസ്റ്റ് ഒന്ന് ചാരിടാം. സൈഡിൽ വരികയാണെങ്കിൽ ഇതിൻ്റെ ഒരു പെയിൻറ്റിങ് തന്നെയാണ് നമുക്ക് എടുത്ത് പറയേണ്ടത് കേട്ടോ. റെഡ് തീമിൽ നമുക്ക് ഒരുപാട് എഴുത്തുകുത്തുകളൊക്കെ ഉള്ള ഒരു ടൈപ്പ് പെയിൻറ്റിങ്ങാണ് ഇതിൽ ചെയ്തേക്കണത്. ബ്ലാക്കാണ് ഇതിൻ്റെ ഉള്ളിലുള്ള ഷെയ്ഡുകൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ ഇവിടെ വരികയാണെങ്കിൽ ഉണ്ടല്ലേ ഇങ്ങനത്തെ ഒക്കെ ഓരോ എഴുത്തുകൾ നമ്മൾ അടുത്ത് പോയി നോക്കുമ്പോഴതൊക്കെ നമുക്ക് ആ എഴുത്തുകൾ ശരിക്കും എടുത്ത് കാണാൻ പറ്റുള്ളൂ കേട്ടോ. പണ്ട് SC-ലോറിൻ്റെ മോളൊക്കെ കുറേ എഴുതില്ലേ, അതുപോലെയുള്ള കുറേ എഴുത്ത്. പോലീസ് അറസ്റ്റ്, 21 റെസ്റ്റ് ഉണ്ടല്ലോ, ഇങ്ങനെയൊക്കെ എടുത്ത് നമ്മൾ അടുത്തടുത്ത് ഇങ്ങനെ ഐക്കോൺ റീബോൺ എന്നൊക്കെ വേണ്ടി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതുപോലെയുള്ള സംഭവങ്ങളൊക്കെ. വാട്ട് യു തിങ്ക് എന്ന് വേണ്ടി കാണാം. പിന്നെ ഇതൊരു മനുഷ്യനാണ്, സിഗരറ്റൊക്കെ വലിച്ചിരിക്കുന്നതാണ്. അതിൻ്റെ ഒരു നമുക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല എന്താ സംഭവം എന്ന്. അപ്പോൾ അങ്ങനെയുള്ള ഓരോരോ പെയിൻറ്റിങ്ങാണ് നമുക്കിതിൽ കാണാൻ സാധിക്കുന്നത്. അതാണ് ഞാനിപ്പോൾ എടുത്ത് കാണിക്കുന്നത്. സാധാ ഒരു പ്രത്യേക ഡിസൈൻസൊക്കെ ചെയ്തിട്ടാണ് അത്. ഫൈറ്റ് ക്ലബ്ബ്, അതുപോലെ തന്നെ ഫ്യൂവൽ ഫ്രീഡം അഡ്വെഞ്ചർ എന്നൊക്കെ വേണ്ടി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചേച്ചി ഇവിടെ ഇരിക്കുന്നുണ്ടല്ലോ കർണാടക വെച്ചിട്ട്, ഡോൺ ബി സ്കെയറി എന്നൊക്കെ വേണ്ടി കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ ഇതും ഒരു രൂപം തന്നെയാണ്. അപ്പോൾ ഇങ്ങനത്തെ ടൈപ്പ് ഓഫ് ഡിസൈൻസാണ് ഇതിൽ വന്നിട്ടുള്ളത്. എന്തായാലും രസമായിരിക്കുന്നുണ്ട് വണ്ടി കാണാനൊക്കെ ആയിട്ട് കേട്ടോ. പിന്നെ
ഇതിൽ ഈ ഒരു പെയിൻറ്റിങ് തന്നെയാണ് നമുക്ക് എടുത്ത് പറയേണ്ടത്, അല്ലാതെ കൂടുതൽ നമുക്ക് മറ്റേ സെഡസ്ത്ര വണ്ടികൾ എന്താണ് ഇതാണെന്നൊക്കെ നമ്മളെല്ലാം സ്ഥിരം പറയണതാണ്. അപ്പോൾ പെയിൻറ്റിങ് പുറത്തുനിന്ന് നല്ല രസമായി തോന്നുന്നുണ്ട്. നല്ല ബ്ലാക്ക് ഉള്ളിലും റെഡ് പുറത്തു പോയിട്ട്, റെഡാണ് മെയിനായിട്ട് തീമായിട്ട് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇവിടെ ഇവരുടെ തന്നെ വേറൊരു വണ്ടി കിടക്കുന്നുണ്ട്, മാനോ വണ്ടി കാണുക. അത് ഈ വണ്ടിയാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ പാലക്കാടിന് ഇത് പൊളിച്ച് പണിയാൻ പോവുകയാണ്. ഈ EMR ഇവർക്ക് ഭയങ്കര ഇഷ്ടമാണ് തോന്നുന്നു അല്ലേ, അതുകൊണ്ടാണ് അത് വീണ്ടും പൊളിച്ച് പണിയണതൊക്കെ അല്ലേ. ഇതും ബാക്ക് ഇതിൻ്റെ സെറ്റപ്പ് കണ്ടില്ലേ, നാടൻ വണ്ടികളൊക്കെ ഇങ്ങനത്തെ ഒരു സെറ്റപ്പാണ് ആദ്യകാലത്ത് നമ്മൾ കണ്ടിട്ടുണ്ടാവുക. ബാക്ക് ഡോറ് കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ വണ്ടിക്ക്. അപ്പോൾ അതവിടെ കിടക്കട്ടെ. അപ്പോൾ ഇതാണ് നമ്മുടെ താരം. അപ്പോൾ ഈ സൈഡ് വിശേഷങ്ങൾ നിങ്ങൾ കണ്ടു. ഇനി ബാക്കിലേക്ക് പോവാം. ബാക്കിൽ വരുമ്പോൾ ഇവിടെയും നമുക്ക് കാണാൻ സാധിക്കുന്നത്, ഇത് കഥാപാത്രം എന്താണെന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല കേട്ടോ. ഏതെങ്കിലും ഇംഗ്ലീഷ് സംഭവം സിനിമയിലത്തൊക്കെ ആൾക്കാരെ ആയിരിക്കാം മേ ബി ഇത് കൊടുത്തിട്ടുണ്ടാവുക. അപ്പോൾ നമ്മുടെ നാട്ടിലും മഴയുണ്ടാകുമ്പോൾ ഈ കോയമ്പത്തൂർ ഏരിയയിൽ കണ്ടില്ലേ, സത്യമംഗലം ഭാഗത്തൊക്കെ നല്ല മഴക്കാറും കാര്യങ്ങളാണ് ഉണ്ടാവുക. അപ്പോൾ നല്ല മഴയുണ്ടാവും നമ്മുടെ നാട്ടിൽ. അപ്പോൾ ബാക്കിൽ വരുമ്പോൾ ഈ ഒരു ചിത്രമൊക്കെ നല്ല രസമായി തോന്നിയിട്ടുണ്ട് കേട്ടോ. യു ഡോണ്ട് ടോക്ക് അബൌട്ട് ഫൈറ്റ് ക്ലബ്ബ് എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. ശ്രീജിത്ത് എന്ന് പറഞ്ഞാൽ മലയാളിയായിട്ടുള്ള ആളാണ് ഇതിൻ്റെ പെയിൻറ്റിങ് കാര്യങ്ങളൊക്കെ ചെയ്തേക്കുന്നത്. നമ്പർ ഇതാണ് കേട്ടോ. അപ്പോൾ ആളാണ് ഇതിൻ്റെ ഡിസൈൻ ചെയ്തേക്കുന്നത്. ഇദ്ദേഹം തന്നെയാണ് നമ്മുടെ അവിടെ 2 ദിവസം മുന്നേ നമ്മൾ പ്രകാശിൽ പോയപ്പോൾ ഒരു ടൈഗർ ഹിൽസോ ഇതൊരു വണ്ടിയില്ല, അതും ചെയ്തേക്കേണ്ട അദ്ദേഹം എന്നാണ് കേട്ടത് കേട്ടോ. അപ്പോൾ മുകളിൽ വരുമ്പോൾ ഫൈറ്റർ എന്ന് കൊടുത്തിട്ടുണ്ട്, മാനോ ഹോൾഡേഴ്സ് കൊണ്ട് കാണാൻ സാധിക്കും. പിന്നെ അവരുടെ നമ്പർ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഒരുപാട് അഡ്രസ്സും കാര്യങ്ങളൊന്നും ഇവിടെ ചെയ്തിട്ടില്ല. മേ ബി ചിലപ്പോൾ ചെയ്യുമായിരിക്കും, അല്ലെങ്കിൽ ചെയ്യുന്നുണ്ടാവില്ലായിരിക്കാം, അറിയില്ല. ഇങ്ങനെയൊക്കെയാണ് അതിൻ്റെ ഓവറോള് ബാക്കിൽ നിന്ന് വരുമ്പോൾ ഉള്ള കാര്യങ്ങൾ. സൈഡിൽ കൊടുത്ത പോലെ തന്നെ കുറേ ആർട്ട് വർക്കുകൾ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ പ്രകാശിൻ്റെ ലോഗോ, പിന്നെ ബാക്ക് ടെയിൽ ലാംപ്സ് കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. നമ്മൾ അതൊന്നും എടുത്ത് പറയേണ്ട ആവശ്യമില്ല. ടെയിൽ ലാംപ്സ് ഉണ്ട്, മറ്റേതുണ്ട് എന്നൊക്കെ എല്ലാവർക്കും അറിയുന്നതല്ലേ. മഴ ചാറാൻ തുടങ്ങി. അപ്പോൾ പെട്ടെന്ന് നമുക്ക് ഉള്ളിലേക്ക് കയറാം. സൈഡിൽ നമ്മൾ അപ്പുറത്ത് പറഞ്ഞ കാഴ്ചകൾ തന്നെയാണ് നമുക്ക് ഇവിടെയും പറയാനുള്ളത്, വേറെ ഒന്നും ഇല്ല. ഇവിടെ ഒരാളുടെ രൂപം കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഈ വണ്ടിയുടെ പ്രത്യേകത പറഞ്ഞാൽ സൈഡ് ഡോറാണ് അതിൽ വന്നേക്കുന്നത്. മറ്റേ നമ്മുടെ നാട്ടിൽ ഇതുപോലെ സൈഡ് ഡോറ് കൊടുക്കില്ല. ഇവിടെ കുറേ എത്ര സെറ്റ് വർക്കോ കാര്യങ്ങളൊന്നും ഒരു വിഷയമില്ല. എന്ത് വേണമെങ്കിൽ ഇട്ട് ചാടിച്ചിട്ട് 16 ലക്ഷം 50 ലക്ഷത്തിൻ്റെ മാർക്കിട്ട് ഓടിയാൽ MVD പിടിക്കില്ല. ഇവിടെ എല്ലാം അങ്ങനെയാണ്. നമ്മൾ 10 പേർക്ക് ബൈക്കിലിരുന്ന് പോയാലും ഓട്ടോറിക്ഷയിലിരുന്ന് പോയാലും ഒരു പ്രശ്നവുമില്ല. നമ്മുടെ നാട്ടിലാണ് എല്ലാം സീനുള്ളത്. അപ്പോൾ പക്ഷേ ഇവിടെ ഇങ്ങനത്തെ നിയമമൊക്കെ ഉണ്ട്. ഇവിടെ കോൺട്രാക്റ്റ് CC പെർമിറ്റിൽ ഓടണം, അതുപോലെ തന്നെ സ്പെയർ ബസ് അല്ലെങ്കിൽ സൈഡ് ഡോറ്, ഇങ്ങനത്തെ കുറേ നിയമങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അതാണ് സൈഡ് ഡോറ് വെച്ചേക്കുന്നത്. അപ്പോൾ നമ്മളവിടെ പറഞ്ഞ പോലെ തന്നെ ഫൈറ്റ് ക്ലബ്ബ്, ഡോൺ സ്കൈറി, അങ്ങനെയുള്ള ഫ്രീഡം അഡ്വഞ്ചർ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളും ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. കുഴപ്പമില്ലല്ലേ, വണ്ടി കാണാനായിട്ട് നല്ല രസമായിരിക്കുന്നുണ്ട്. ഫൈറ്റ് ക്ലബ്ബ് അടിപൊളി. റെഡ് തീമിലായ കാരണം പെട്ടെന്ന് അട്രാക്റ്റീവായിട്ടുള്ളൊരു ഒരു മൂഡ് സ്വിങ് വരുന്ന ഒരു കളറാണല്ലോ ഒരു റെഡും ബ്ലാക്കും കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് നന്നായിരിക്കുന്നുണ്ട് കാണാനൊക്കെ ആയിട്ട്. ഇപ്പോൾ മുകളിലായിട്ട് കർട്ടൻസ് കൊടുത്തേക്കുന്നത്, ഈ ഒരു ലെറ്ററിങ് കൊടുത്തിട്ടുള്ളത് യെല്ലോ തീമിലാണ്. ഇതിൻ്റെ ഇടയിലൊക്കെ ഉള്ള ലെറ്ററിങ് പലതും. അപ്പോൾ അതിനോട് സ്യൂട്ടായിട്ടുള്ള രീതിയിലാണ് ഇതിൻ്റെ കർട്ടൻസൊക്കെ കൊടുത്തേക്കുന്നത്. യെല്ലോ കർട്ടൻസാണ് കൊടുത്തേക്കുന്നത് കേട്ടോ. പിന്നെ വീൽ ക്യാപ്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പുറത്ത് പറഞ്ഞ അതേ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇപ്പുറത്തുള്ളത്. പിന്നെ അതിലേക്ക് നമുക്ക് കൂടുതൽ കടക്കേണ്ട ആവശ്യമില്ല എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് വണ്ടിയുടെ ഉള്ളിലേക്ക് കയറിയിട്ട് ബാക്കി നോക്കാം. ഉള്ളിലാണ് നമുക്ക് ശരിക്കും യഥാർത്ഥമായിട്ട് പറയാനുള്ളത്. ഇവിടെ നമ്മുടെ നാഷണൽ പാർക്ക് ലോറികൾ കിടക്കുന്നുണ്ട് 1-2 ശരിക്കും നമ്മൾ പണ്ടത്തെ ലോറി ലൈഫ് കാര്യങ്ങളൊക്കെ ഓർമ്മ വരും. ആ ലോറികൾ കാണുമ്പോൾ നമ്മൾ ഒരു ഓടിച്ച് ലോഡും കൊണ്ട് പോയതൊക്കെ വ്യൂസൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വീണ്ടും ഒരു ലോറി ലൈഫും അതുപോലെ സർവീസ് ബസ് ജേണിയൊക്കെ ചെയ്യായിരുന്നു. വ്യൂസ് തീരെ ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ ടൂറിസ്റ്റ് ബസ്സുകളിൽ ചെയ്യുമ്പോൾ വ്യൂസ് കിട്ടില്ല. പിന്നെ നമ്മൾ എന്താ ചെയ്യുക. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ മാനോൻ്റെ പുറത്തുനിന്നുള്ള കാഴ്ചകളും വിശേഷങ്ങളൊക്കെ. വണ്ടി അടിപൊളി ഉഷാറായിട്ടുണ്ടെങ്കിൽ നമുക്ക് വണ്ടിയുടെ ഇൻറ്റീരിയർ കയറാൻ ഉള്ളിലത്തെ വിശേഷങ്ങളൊന്ന് കാട്ടിത്തരാം. അപ്പോൾ ഞാൻ വണ്ടിയുടെ ഉള്ളിൽ കയറിയിരിക്കുകയാണ് കേട്ടോ. എൻ്റെ അമ്മോ, ഇതിൻ്റെ ഉള്ളിൽ കയറിയാൽ ശരിക്കും കൊട്ടാരൊക്കെ ഇല്ല. അത് ആ സെറ്റപ്പിലാണ് അതിൻ്റെ ഒരു സിസ്റ്റം അവർ ചെയ്ത് വെച്ചേക്കണേ. வணக்கம். அப்போ சொல்லுங்க 16 ലക്ഷം രൂപയുടെ സെറ്റ് വർക്ക് ഇതിന്റെ പെയിന്റിംഗ് ഒക്കെ ചെയ്തത് ശ്രീജിത്ത് ആർട്ടിസ്റ്റ്. ശ്രീജിത്താണ്. പിന്നെ BRS മൊത്തം ലൈറ്റ് സൗണ്ട് അല്ലേ? ഓക്കെ. അപ്പൊ ഇദ്ദേഹമാണ് ഇതിന്റെ ഓണർ, നേരത്തെ പറഞ്ഞല്ലോ. അപ്പൊ ഇതില് എന്നാ സ്പെഷ്യാലിറ്റി വർക്കുകളൊക്കെ ചെയ്തത്? സബുകള് പൈനിയർ DB സബാണ്. ലൈനിയർ സ്പീക്കർ ഉണ്ട്. പിന്നെ ആമ്പുകൾ എത്ര ആമ്പുകൾ ഇருக்கு? ആമ്പുകൾ 6 ആമ്പുകളുണ്ട്. 6 അതുപോലെ കൂടുതൽ സബുകൾക്ക് ഒരു 8 ആമ്പുകൾ കൊടുക്കും.
എട്ട് ആമ്പ് ആമ്പ്. എത്ര സബ്? സബ് 6 ഉണ്ട്. 6. പിന്നെ എന്താ കിക്കോ അങ്ങനെ കിക്കറോ എന്താ? കിക്കറല്ല അതൊക്കെ ഔട്ടാണല്ലേ? നമുക്ക് അറിയില്ല സെറ്റ് സൗണ്ടിനെ കുറിച്ചിട്ടൊക്കെ. പിള്ളേർ സെറ്റിനെ അതൊക്കെ അറിയാം. അപ്പൊ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് സംഭവമാണ് ഇതിലുള്ളത് അല്ലേ? അപ്പോ ഹെവി വർക്കാണിത് ശരിക്ക്. എവ്വളോ ടൈം ആച്ചതിന്റെ വർക്ക്? 6 months. 6 months. സെറ്റ് ലൈറ്റ് കാര്യങ്ങളൊക്കെ മാത്രം 6 months ആയി. പിന്നെ അവിടെ പ്രകാശിലെ ബാഡി ഒരു 3-4 months കളഞ്ഞു. അപ്പൊ ശരിക്കും ഒരു ഇയർ അല്ലേ? ഒരു കൊള്ളായി. അതുകൊണ്ടോ 10 ദിവസം കഴിഞ്ഞ ഒരു കൊള്ളായി. ഇങ്ങനെ ഒരു ആളിരിക്കുന്നുണ്ട്. ഇത് എനിക്ക് ഫുൾ ടൈം ആള് ഫേസ് കാണിക്കാൻ ഇഷ്ടമല്ല. അതുകൊണ്ടാണ് ആളായിട്ട് ഞാൻ ഫുൾ കോണ്ടാക്ട് ഉണ്ടായിരുന്നു ഈ വണ്ടി വീഡിയോ എടുക്കാനൊക്കെ ആയിട്ട്. അപ്പോ എപ്പോഴും ചോദിക്കുമ്പോൾ പറയും വണ്ടി കഴിഞ്ഞിട്ടില്ല, വർക്ക് കഴിഞ്ഞിട്ടില്ല എന്ന് പറയും. അപ്പൊ ഇതാണ് സംഭവം. കണ്ടില്ല, ഇതിന്റെ ഉള്ളിലേക്ക് ഇത്രമാത്രം വർക്ക് ഇവർ ചെയ്യായിരുന്നു. അതുകൊണ്ടാണ് ഈ വണ്ടി ഇങ്ങനെ ഹെവി വർക്കാണ് കേട്ടോ, ഭയങ്കര വർക്കാ. പിന്നെ വേറെ സ്പെഷ്യാലിറ്റി എന്താ? വേറെ വോക്കൽ ഹെവി ആയിട്ടുണ്ട്. വോക്കൽ അപ്പൊ അത് ഹെവിയാണ്. അത് നൈറ്റ് കാണിച്ചിട്ടാണ്. ഓക്കെ. ഇത് ശരിക്കും പകൽ സമയത്ത് നമ്മൾ എടുക്കണേ. അതുകൊണ്ടാണ് ശരിക്കും. അതില്ലെങ്കിൽ ഈ ഒരു ലൈറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ഭയങ്കര അടാറ് ഫീൽ ആയിരിക്കും നമുക്ക് കിട്ടുക. ഇത് പകൽ സമയത്ത് പോലും ഇത്രയും വെളിച്ചം നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പൊ രാത്രി ആകുമ്പോൾ എന്തായിരിക്കും നിങ്ങൾ ആലോചിക്കും. ഇതില് പല ഡിഫറെന്റ് ടൈപ്പ് ഇങ്ങനെ ഇതിങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ഇത് എല്ലാം ബ്ലൂടൂത്ത് കണക്ഷൻ ആണ്. പ്രോഗ്രാമിംഗിൽ ബ്ലൂടൂത്തിൽ അഡ്ജസ്റ്റ് കളർ ചേഞ്ച് ആക്കാൻ പറ്റും. കളർ ചേഞ്ച് എത്ര ടൈപ്പ് കളർ? അത് പ്രോഗ്രാം കൂടുതലാണ്. പ്രോഗ്രാമുകളുണ്ട്. അത് ഏത് വേണമെങ്കിലും സെറ്റ് ആക്കാം. ആൻഡ്രോയിഡ് മോഡിൽ കണക്ട് ആക്കി. പിന്നെ സോങ് വെക്കുമ്പോഴും ഇത് ഡിസൈനിൽ ചേഞ്ച് വരും. ചേഞ്ച് ആവും. ലൈറ്റ് ഇങ്ങനെ കത്തിക്കും. ഓക്കെ. അപ്പൊ ഇതാണ് അതിന്റെ ഓണർ. ആൾക്ക് ഭയങ്കര നല്ല ക്രേസ് എടുക്കും അല്ലേ എന്താ മാതിരി ലേറ്റസ്റ്റ് സൗണ്ടില്. അതുകൊണ്ടാണ് പറ്റുന്നത്. മനസ്സിലായോ? ശരിക്കും ഇങ്ങനെ നമ്മുടെ നാട്ടിൽ ഇതുപോലെ ഭ്രാന്തുള്ളവരുണ്ടോന്ന് ചോദിച്ചാൽ അറിയില്ല കേട്ടോ. വണ്ടി ഭ്രാന്ത് പോലെ ഇതാണ് ശരിക്കും. ഇങ്ങനത്തെ വർക്കുകളുണ്ടല്ലേ സൈഡ്. ഇതൊക്കെ എന്നാ മെറ്റീരിയല്? ഇത് അക്രലിക്കാണ്. അതിലൊക്കെ ഡോട്ടുകൾ ഇരിക്കും. ഡോട്ട് ലേസറാണ്. ലേസർ അതാണ്. ഇത് ഫ്ലാഷർ ഇട്ട് കാണിക്കാം. ഫ്ലാഷർ ഉണ്ട്. പിന്നെന്താ വേറെ ഫ്ലാഷർ പോട്ട്. ഫ്ലാഷർ പിന്നെ സ്മോക്കർ ഉണ്ട്. ഇത് ഇൻഫിനിറ്റി ആണ്. ഇൻഫിനിറ്റി എന്ന് പറയുമ്പോൾ ഇൻഫിനിറ്റി ഇതാണ്. ഇൻഫിനിറ്റി. ഓക്കെ. കീഴിന്ന് കാട്ടിയാലാണ് എൻഡില്ലേ അങ്ങനത്തെ ഒരു സെറ്റപ്പാണ്. ഇൻഫിനിറ്റി എന്ന് പറയുന്നത് നമുക്ക് ഈ ലൈറ്റിൽ ഇതിലൊന്നും അധികം പിടുത്തില്ലാത്ത കാരണമാണ് അങ്ങനെ ചോദിക്കണേട്ടാ. ഭയങ്കര കേട്ടാ. ഇത് നിയോൺ കുറച്ച് നിയോൺ ലൈറ്റുകൾ അല്ലേ? നിയോൺ ലൈറ്റ് ഇതാണ് നിയോൺ ലൈറ്റ്. അതൊക്കെ നിയോൺ. നിയോൺ പോടും കൊണ്ടു ഇതൊക്കെ നിയോൺ കുട്ടിച്ചിട്ടുണ്ട്. അതൊക്കെ നിയോണാണ്. അത് ഇതില് വിട്ടിട്ടില്ല. നിയോണെന്ന് ഇടും. നിയോൺ ലൈറ്റുകൾ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ നിയോൺ അല്ലേ? നിയോൺ ലൈറ്റുകൾ കാര്യങ്ങളൊക്കെ ഇങ്ങനെ സെറ്റപ്പ് വന്നേക്കണേടാ നിയോൺ. ഇതൊക്കെ ഇവിടെ പില്ലറുകളുണ്ട്. പില്ലറിന്റെ മുകളിലൊക്കെ നിയോൺ ലൈറ്റുകൾ കാര്യങ്ങളൊക്കെ സീറ്റ് ഇങ്ങനത്തെ സീറ്റും കാര്യങ്ങളൊക്കെയാണ്. ഇതിൽ സീറ്റിനല്ലല്ലോ പ്രാധാന്യം. ആർക്കല്ല 3+2 ലേഔട്ടിൽ സീറ്റ് കാര്യങ്ങളൊക്കെ വന്നേക്കണേ. പിന്നെ ഇതുപോലെ മുകളിലൊക്കെ ഇതുപോലെ പാനലടിച്ചിട്ട് വന്നിട്ടുണ്ട്. ഈ പാനലിങ്ങനെ വന്ന് അപ്പുറത്തേക്ക് ഇങ്ങനെ പോകണം. ഒരു TV കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ പിന്നെ കോമൺ ആണ്. TV മറ്റേ സംഭവങ്ങളൊക്കെ. ഫ്ലാഷർ ഈ ഫ്ലാഷർ കുറെ വെച്ചിട്ടുണ്ടല്ലേ? ഫ്ലാഷർ കുറെ ഫ്ലാഷർ. ഓക്കെ. അപ്പൊ പുറകോട്ട് പോവാം. അവിടെ എന്താ ഉള്ളത് ബാക്കിൽ എഡിഷൻ നെയിം ഫൈറ്റർ. അതൊക്കെ നിയോൺ വർക്കുകൾ. പിന്നെ അതിൽ ലേസർ കത്തിക്കും. ഓക്കെ. അതാണ് അതിന്റെ ബാക്കിൽ വരുമ്പോൾ ഉള്ളത് കേട്ടോ. ഫൈറ്റർ എന്നുകൊണ്ട് കൊടുത്തിട്ടുണ്ട്. ഈ ബോക്സിൽ എന്താ സ്പീക്കർ എന്താണ് എന്താ സംഭവം? സബ് ആണല്ലേ? DB. ഇതിൽ എത്ര എണ്ണം വരും? മൊത്തം 6 എണ്ണം ഉണ്ട് ഈ ബോക്സിൽ. ഈ 2 സെക്ഷൻ ആയിട്ടല്ലേ? ഈ 2 സെക്ഷനായിട്ട് ആണ് ഇങ്ങനെ കൊടുത്തേക്കുന്നത്. എന്തായാലും നല്ല രസമായിട്ടുണ്ട് അതിന്റെ വർക്ക് ചെയ്തേക്കുന്നത് കാണാനായിട്ട്. അതിൽ എത്ര സമയമൊക്കെ അവരെടുത്തേക്കണത് എന്താ അടിപൊളി. പിന്നെ ഫൈറ്റർ എന്നോട്ട് കൊടുത്തിട്ടുണ്ട്. സീറ്റ് ഇതുപോലെ കാണാൻ സാധിക്കും. ഇത് CC പെർമിറ്റ്. കോൺട്രാക്ട് കാരേജ്. സ്പെഷ്യൽ പെർമിറ്റ്. ഇത് കൂടണമെങ്കിൽ എന്താ സാധാ പെർമിറ്റ് മതി അല്ലേ?
സാധാ പറഞ്ഞത്. അതർ സ്റ്റേറ്റ് വേണ്ട, ടി ബി വേണം. ടി ബി വേണോ? അതർ സ്റ്റേറ്റ് പോകണമെങ്കിൽ ടി ബി വേണം. തമിഴ്നാട്ടിലകത്ത് ഓടിക്കാൻ ടി ബി ആവശ്യമില്ല. അതാണ് നമ്മുടെ അവിടെ ഇപ്പൊ കളർ കോഡൊക്കെ ഇഷ്യൂസ് ടി പി വന്നാലാണ് അങ്ങനെയാണ് ഇപ്പൊ. ബാക്ക് ഡോർ ഇരിക്കല്ലേ? ഡോർ അത് ക്ലോസ് ആക്കി. ഇത് ക്ലോസ് ആക്കി. അത് ആവശ്യമില്ലാത്ത ക്ലോസ്. ഇത് എന്തിനത് ഡോറിന്റെ ആവശ്യം ഇപ്പൊ? മുന്നേ അത് സ്പെയർ പെർമിറ്റ് ഇവിടെ ഡോർ ആവശ്യപ്പെടും, പിന്നെ സി സിക്ക് ആവശ്യമില്ല. ഓക്കെ ഓക്കെ, അതാണ് സ്പെയർ വണ്ടിക്ക് ആവശ്യമുള്ളൂ, സി സിക്ക് ആവശ്യമില്ല. അതാണ് നമ്മുടെ ബദറിന്നവരൊക്കെ ഇരിക്കുന്നുണ്ട് അവിടെ. ആളുടെ പേര് ബാല അല്ലേ? ബാല, ആട്ടോ വ്ളോഗർ. അതെ അല്ലേ? ബാല ബദറാണുണ്ട്. മൂപ്പർക്ക് അത് ഇതിൽ കാണിക്കുന്ന ഇഷ്ടമല്ല, ആള് വീഡിയോ എടുക്കുന്നത്. ബാല നമ്മൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും വീഡിയോ എടുക്കുക. அல்ல பதர் இல்லை பாலா ஆட்டோ ஆட்டோ உங்க சேனல் இருக்கா உங்களுக்கு? இன்ஸ்டாகிராம் இன்ஸ்டா ஃபாலோ பண்ணுங்க. இந்த சேனல் நேம் ஆட்டோ വ്ളോഗർ பாலா. ஆட்டோ വ്ളോഗർ பாலா இவங்களோட சேனல் நேம் தான் ஆட்டோ വ്ളോഗർ பாலா. സപ്പോർട്ട് பண்ணுங்க, സപ്പോർട്ട് ചെയ്യട്ടെ എല്ലാവരും. ഓട്ടോ വ്ളോഗർ പാല ഇൻസ്റ്റാഗ്രാമിൽ. അപ്പോൾ ഈ ബദറായിട്ടാണ് ഞാൻ കൂടുതൽ കോൺടാക്ട് ചെയ്യാറുള്ളത്. ഫുൾ സപ്പോർട്ടാണ്. താങ്ക് യു ബദർ, താങ്ക് യു. അപ്പോൾ ഇതൊക്കെയാണ് വണ്ടർ ഉള്ളിലത്തെ കാഴ്ചകൾ, കാര്യങ്ങളൊക്കെ. ഇങ്ങനെ നീണ്ടു പോകും, നമ്മൾ എത്ര കാണിച്ചാലും മതിയാവില്ല. അത്രമാത്രം സെറ്റ് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്ത ഒരു വണ്ടിയാണ്. എന്തായാലും നമ്മൾ അപ്പോൾ ഇനി വീഡിയോ ഇനിയിപ്പോൾ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം അല്ലേ? ജസ്റ്റ് ഒന്ന് നമുക്ക് വണ്ടർ ഫ്രണ്ടിൽ കൂടിയും ഒന്ന് പോവാം. അവിടെ കുറച്ച് കാര്യങ്ങൾ കാണിക്കേണ്ടത്. ഇത് ഡ്രൈവറുടെ ക്യാബിനിലും ഇല്ലേ അല്ല? അത് ജസ്റ്റ് ഒന്ന് അതുകൂടി ഒന്ന് കാണിക്കുമോ? ഓക്കെ. നമുക്കൊന്ന് BS3 ഒന്ന് എടുത്ത് ഓടിച്ച് നോക്കാം. BS3 വേറൊരു ഫീലാണ്, നമ്മുടെ BS6 ഓടിക്കുന്ന ഫീലല്ല. ഗിയറിൻ്റെ ലിവറും കാര്യങ്ങളൊക്കെ BS6 ഓടിച്ചിട്ട് നമുക്ക് ഇത് ഓടിക്കുമ്പോൾ ഇത് കുറേ ദിവസമായിട്ട് ഇപ്പം ഈ BS6 അല്ലേ ഓടിക്കുന്നത്. BS3 ഓടിച്ചത് നമ്മൾ ആദ്യ കാലങ്ങളിലുള്ള വണ്ടികളൊക്കെ BS3 തന്നെയാണ് ചെയ്തായിരുന്നത്. ഇത് വേറൊരു ഫീലാണ് ഈ വണ്ടി ഓടിക്കുമ്പോൾ കിട്ടുന്നത് കേട്ടോ. ബ്രേക്ക് ചെയ്യണതും ക്ലച്ച് ചവിടുന്നതും കുറച്ച് ഡിസ്റ്റൻസ് ഒക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതനുസരിച്ചിട്ട് വേണം ഇതൊക്കെ ചെയ്യാനൊക്കെ ആയിട്ട്. പക്ഷേ നല്ല പവറാണ് വണ്ടി, ഇങ്ങനെ കാല് കൊടുത്ത് ഇങ്ങനെ ഗും ഇട്ട് പോകും. നല്ല രസം. BS3 എപ്പോഴും ഒരു ഫീലാണ്. ഇത് നമ്മൾ നേരെ പോയ സത്യമംഗലം അല്ലേ? പണ്ണാരിയമ്മൻ കോവിലൊക്കെ ഇവിടെ അല്ലേ? ഷോർട്ട് വീഡിയോ എടുത്തോളാം. നല്ല രസം. ഞാനൊരു ഇതിൽ ഡ്രൈവ് എക്സ്പീരിയൻസ് ഒക്കെ ഒന്ന് അറിയാൻ വേണ്ടിയിട്ട് അതൊന്ന് ഓടിച്ച് നോക്കാമെന്ന് വിചാരിച്ചിട്ട് കുറച്ച് ഈ BS3 എന്നൊക്കെ ഓടിച്ചിട്ട്. മാറി റൂട്ട് നോക്കി എല്ലാത്തിനും ഫീലാട്ടോ. ഈ BS3 എപ്പോഴൊരു നല്ലൊരു ഫീലാ. നമ്മുടെ റോഡ് കൂടി ഒന്ന് കാട്ടിക്കോളാട്ടോ ചേട്ടൻ മൊബൈലില്. നമ്മുടെ ഫുൾ സപ്പോർട്ടാണ് നമ്മുടെ ക്രൂ മെമ്പേഴ്സ്. അതാണ് ഏറ്റവും വലിയൊരു സന്തോഷം. ഞാൻ അതിലൊരു ട്രിപ്പ് പോകാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഇവരുടെ കൂടെ. കാരണം എന്താ വെച്ചാൽ ഇതിൻ്റെ സെറ്റ് വർക്കൊക്കെ ഉണ്ടല്ലോ, എന്താ ചെയ്ത് വെച്ചേക്കണേ ശരിക്കും. BRSന് ഇവർ ഇങ്ങനെ ഒരു സെറ്റ് വർക്ക് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഇവർ കാശ് മുടക്കിയ ആൾക്കാർക്കാണ് ഇതിൽ ഹാറ്റ്സ് ഓഫ്. എന്തായാലും മനോജ് ചേട്ടൻ, അണ്ണൻ, അതുപോലെ തന്നെ ബാക്കി ബാല ബ്രോ എല്ലാവരും സപ്പോർട്ടാണ്. പിന്നെ വേറൊരു ബ്രദറുണ്ട്. ബ്രദറിന്റെ നെയിം എന്താ? അബ്ബാസ്. മൂപ്പര് ഈ വണ്ടി ഓടിക്കാൻ തന്നെയാണോ? അതെ അതെ അതെ. ഓക്കെ ഓക്കെ. എന്തായാലും സെറ്റ് വണ്ടി നമ്മളിങ്ങനെ കുറേ കഴിഞ്ഞ് ഓടിക്കാനില്ല. കുറച്ചുകൂടെ എവിടെയായിട്ട് വണ്ടി നിർത്തി നമ്മൾ വീഡിയോ ഇങ്ങനെ വൈൻഡപ്പ് ചെയ്യാം. നല്ല ഒരു BS3 ഒന്ന് ഓടിക്കണമെന്ന് മുന്നേ ഓടിച്ചിട്ട് നമ്മൾ കുറേ വണ്ടികൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ അടുത്ത കാലത്തൊക്കെ കിട്ടുന്ന വണ്ടികൾ BS6 അല്ലേ?
അപ്പോൾ അതുകൊണ്ട് ഇതൊന്ന് ഓടിച്ച് നോക്കണം എന്ന് ഇപ്പോൾ കുറച്ചായിട്ട് ആഗ്രഹമായിരുന്നു. അപ്പോൾ അത് നടന്നു. എന്തായാലും അടിപൊളി. മറ്റേ എൻ്റെ ഇല്ല കുറച്ചൊരു ബ്രേക്കിങ്ങും കാര്യങ്ങളൊക്കെ കുറച്ചൊന്ന് ഇത് കുറച്ച് പൊന്തിയിട്ട് നിൽക്കുന്ന ഒരു സെറ്റപ്പില്ല അതിൻ്റെ. അത് നല്ല സ്മൂത്താണ് വണ്ടി. അടിപൊളി. ഹോൺ ഇവിടെയാണല്ലേ. ഞാൻ ഹോണ് തപ്പായിരുന്നു. മറ്റേ സ്റ്റിയറിങ്ങിൻ്റെ മുകളിൽ മറ്റേ എൻ്റെ ഹോണൊക്കെ ഇത് ആ നമ്മുടെ റോഡിൻ്റെ വിഷലൊന്ന് കാട്ടി കൊടുത്തോളൂ കേട്ടോ ചേട്ടാ. എന്നാ റോഡൊന്ന് കാട്ടി കൊടുക്കണം. നമ്മുടെ തമിഴ്നാടൻ റോഡ് എങ്ങനെയുണ്ടെന്ന് എല്ലാവരും അറിയട്ടെ. എന്നാലും തമിഴ്നാട്ടിലെല്ലാം റോഡുകളും അടിപൊളിയാണ്, സൂപ്പറാണ്, എല്ലാം നല്ലതാണ്. അപ്പം എന്തായാലും വീഡിയോ വൈൻഡപ്പ് ചെയ്യണം. നമ്മളായ കാരണം ഇങ്ങനെ ഓടിച്ച് പോകാനായിട്ടുള്ളൊരു ത്വര കൂടും. പക്ഷെ അത് അങ്ങനെ ഓടിച്ചിട്ട് അർത്ഥമില്ല. നമുക്ക് ആ വണ്ടി എവിടെയെങ്കിലായിട്ട് നമുക്കത് വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോക്ക് ഫുൾ സപ്പോർട്ട് തന്ന ബാലഭദ്രാണ്. അപ്പോൾ താങ്ക്സ് ബ്രദർ. അതുപോലെ തന്നെ ഇതാണ് ഓണർ. അപ്പോൾ താങ്ക് യു സോ മച്ച്. അദ്ദേഹത്തിൻ്റെ പേര് മനോജ്. അപ്പോൾ ரொம்ப சூப்பராக இருக்குது உங்கள் வண்டி செட் வரக்கு அல்ல வண்டி ஓட்டாനും നല്ല സൂപ്പറായി இருக்கு. അപ്പോൾ എല്ലാ ആശംസകളും. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഇത് ഡ്രൈവർ അണ്ണൻ. ഉങ്ക നെയ്മ അബ്ബാസ് ബ്രദർ. താങ്ക് യു. ஹாய் ஃப்ரெண்ட்ஸ், ஒரு கிட்டத்தட்ட ஒரு 6 மாசமா 7 மாசமா ஃபாலோ பண்ணிட்டு இருந்தார் அண்ணன். வண்டி மச்சான் அவர் வந்து வண்டி வீடியோ எடுக்காம ரொம்ப ட்ரை பண்ணாரு. நாங்கள் கூட கேட்கலன்னா அவர் வந்து ரொம்ப இன்ட்ரெஸ்டாக ரொம்ப நிறைய டைம் எங்களை கூப்பிட்டு கேட்டா. அப்படி கண்டிப்பாக எல்லாரும் வண்டி மச்சான் பேஜை சப்போர்ட் பண்ணுங்க. താങ്ക് യു ബ്രദർ. അപ്പോൾ അതൊക്കെയാണ് അവര് ഭയങ്കര സപ്പോർട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നമ്മുടെ സപ്പോർട്ട് ഉണ്ടാവണം, നമ്മുടെ മലയാളികളുടെ സപ്പോർട്ട് ഉണ്ടാവണം. അപ്പോൾ മലയാളികൾ കോളേജ് പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ കാണുന്നവരുണ്ടെങ്കിൽ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. ഇൻസ്റ്റാഗ്രാം ID ഇവരെ മനോ അല്ലേ, മനോ തന്നെയാണ്. അവർക്ക് 35,000 ഫോളോവേഴ്സുള്ള വലിയ ഗ്രൂപ്പാട്ടോ. അപ്പോൾ എന്തായാലും സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക. ഉടൻ തന്നെ മറ്റൊരു വീഡിയോ വരാതിരിക്കുന്ന തൽക്കാലം ബൈ. നമസ്കാരം.